ഏയ്, എന്തോ ആലോചിച്ചു പോകുന്നത്? 5 മാസമായല്ലോ എന്ന് ആലോചിക്കായിരുന്നു. കുർത്തക്കാട് പറഞ്ഞാലുണ്ടല്ലോ. ആ ആർക്കാ 5 മാസമായത്? എനിക്ക്. സമ്മതിച്ചു. കണ്ട അങ്ങനെ തോന്നുകയും ചെയ്യും. ഞാൻ വന്നിട്ട് 5 മാസമായെന്നാ പറഞ്ഞേ. മാസങ്ങൾ അങ്ങനെയാ, വരികയും പോവുകയും ചെയ്യും. ഞാൻ പോന്നേ. അമ്മണി, ഒന്ന് നിന്നേ. ഒരു കാര്യം പറയട്ടെ. വീട്ടിലെ ആരുമില്ല, അങ്ങോട്ട് വാ. നമുക്ക് രണ്ടുപേർക്കും കൂടെ തനിച്ചിരുന്ന് സംസാരിക്കാം. അപ്പോഴേക്ക് നിന്റെ അപ്പച്ചനും വല്യപ്പച്ചനും ഒക്കെ താറാവിനെയും കൊണ്ട് വരും. പിന്നെ കാര്യം പറിച്ചിട്ട് കായല്ലായിരിക്കും. ആ, അപ്പൊ പേടിയുണ്ട്. പേടിക്കാതിരിക്കാൻ പറ്റുമോ? അയ്യോ, ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഇന്ന് രാത്രിയില് എല്ലാരും ഉറക്കമായാലും ഞാനിങ്ങ് വരും. വന്നോ? അതിനെന്നാ? കേട്ടാ മതി. കേട്ടോളാവേ. ആ, അങ്ങനെ വഴിക്കുവാ. ഇന്ന് രാത്രിയില് നീ ഉറങ്ങാതെ കാത്തിരിക്കണം. കുറെ കഴിയുമ്പോ നിന്റെ താറാവെല്ലാം കരയും. അപ്പോ ആരും അറിയാതെ നീ ഇറങ്ങി വരണം. ഞാൻ ചാരുവരെ കാത്തിരിക്കാം. താറാവ് കരഞ്ഞില്ലെങ്കിലോ? താറാവ് കരയും, അല്ലെങ്കിൽ ഞാൻ കരയും. അങ്ങനെ കരയൊന്നും വേണ്ട. ഒരു സൂത്രക്കാരൻ. ഞാനെങ്ങും വരത്തില്ല. ആഹാ, നീ വന്നില്ലെങ്കിലേ ഞാൻ നിന്റെ മുറി വരും. അയ്യോ, ആരെങ്കിലും കാണും. ഞാൻ പോന്നു. ഡേ, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഏറിയാൽ 2 മാസം നിന്നെ ഞാൻ എന്റെ കാൽക്കൽ വീഴ്ത്തും. ഇങ്ങോട്ടെങ്ങാനും വന്നോ? ആരാത്? സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോ? പൈലിയാശാനെ, പൈലിയാശാനെ. ആരാത്? ഞാനാ അപ്പച്ചൻ മാപ്പിളെ. നമ്മുടെ സാർ ഇങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാൻ വന്നതാ. അതിന് നിന്റെ സാർ ഇവിടെ അല്ല താമസം? അല്ല, അതെനിക്കറിയാം. ആ, പിന്നെ സാറും പൈലിയാശാനും കൂടെ ഇങ്ങോട്ടെങ്ങാണ്ടോ വന്നെന്നോ? ആ, ഇങ്ങോട്ട് വന്നില്ല. അപ്പൊ പൈലിയാശാൻ എവിടാണ് തപ്പിയെടുക്കാം. അപ്പൊ സാറും എവിടാണെന്ന് അറിയാം. നീ എന്തിനാണ് ഈ പാതിരാത്രിക്ക് പൈലിയാശാനെ തപ്പുന്നത്? സാറിനെ കാണാൻ ആരാണ്ട് വന്നിരിക്കുന്നു. ആരാണ്ട് ബന്ധുക്കളാണെന്നാ പറഞ്ഞത്. ബന്ധുക്കളോ? അങ്ങേർക്കോ? എന്നാ അവര് പറഞ്ഞത്. അതിക്കുള്ള നമ്മളെന്തിനാ തിരക്കുന്നത്? എവിടുന്നെങ്കിലും ആളെ പിടിച്ചോണ്ട് കൊടുത്താ നമ്മളെ ജോലി തീർന്നു. വേഗം പൊയ്ക്കോ. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു.
ഇവിടെ കിടന്നാലേ നാളെ രാവിലെ പിന്നെ പോകേണ്ടി വരത്തില്ല. പ്രായമായാലെങ്കിലും മനുഷ്യന് സ്വല്പം ബോധം വേണം. പകലോ പോകട്ടെ, രാത്രിയെങ്കിലും നേരത്തെ വീട്ടിലെത്തണമെന്ന് തോന്നിയില്ലെങ്കിൽ വലിയ കുഴപ്പം. ഞാൻ രാത്രി വന്ന ചായ വെളുപ്പാങ്കാലത്ത് എങ്ങാനും വന്ന് കിടന്നായിരിക്കും. നീ പോടി. അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ടായില്ല പൈലിക്കുഞ്ഞ്. നീ ഇങ്ങനെ കുടിച്ചും തല്ലി നടന്നാ അതിന്റെ ദോഷം നിന്റെ മോക്ക് തന്നെയാ. ചോറ് കൊണ്ടുവരേണ്ടത് ഞങ്ങൾ ആ 30 പേരുടെ അവിടെ എങ്ങനെ കാണും, അങ്ങോട്ട് കൊണ്ടുവരെ. പൈലി, അച്ഛാ, പുറത്തുനിന്ന് ആരോ ചതിച്ചതാണ്. ഇന്ന് വിത്തങ്ങളോട് ചെയ്തവൻ നാളെ നമ്മോട് ഇത് തന്നെ ചെയ്യും. ശരിയാണ് മോനെ. നമുക്ക് ആരാണ് വല്യപ്പച്ച ശത്രു? നമുക്ക് ശത്രു ദൈവം. ഇല്ലിച്ചായ, ഇത് മനുഷ്യന്റെ പണിയാണ്. ദൈവത്തിന് ഇതിൽ ഒരു കഴിയുമില്ല. മോളെ, ഇന്നലെ രാത്രി ആ നാള് വരുമ്പോ എത്ര മണിയായി കാണും? എന്തോ എനിക്കറിയില്ല. ഞാൻ അപ്പോഴത്തേക്കും ഉറങ്ങി. നാണു ഇതിന്റെ രാത്രിയിലൂടെ വന്നത്? അതാ ഞാനും ആലോചിക്കുന്നത്. അവന്റെ സാറിനെ തിരക്കി വന്നെന്നാ പറഞ്ഞത്. ഇതിപ്പോ ഇത്രയും കണ്ട സ്ഥിതിക്ക് അച്ചായ, ദൈവദോഷം ചെയ്യണമെന്ന് ശിക്ഷിക്കണം. ശിക്ഷിച്ചില്ലേ ദോഷം കിട്ടും. ഇന്ന് നിന്റെ രണ്ടിലും നടന്നിട്ട് ഞാൻ വരൂ.